അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഭരണത്തിൽ നിന്ന് ഇറങ്ങും മുൻപേ സർവകലാശാലകളിൽ പരമാവധി പാർശ്വവർത്തികളെ തിരികെ കയറ്റാൻ പിൻവാതിൽ നിയമനത്തിന് കളമൊരുങ്ങുന്നു. സർവകലാശാലകളെ നേരിട്ട് നിയമനം നടത്താൻ അധികാരപ്പെടുത്തുന്ന നിയമ ഭേദഗതി ബില്ല് ഇന്ന് ചേർന്ന നിയമസഭ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. 2015 മുതൽ സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളിലെയും അനധ്യാപക നിയമനങ്ങൾ PSCയുടെ നിയന്ത്രണത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ കൊച്ചിയിലെ നിയമ സർവകലാശാല നിയമനങ്ങൾ PSCയിൽ നിന്ന് എടുത്തുമാറ്റിയിരുന്നു. അടുത്തയാഴ്ച കൂടുന്ന നിയമസഭയിൽ ബില്ല് പാസ്സാകുന്നതോടെ നിയമ സർവകലാശാല നിയമനങ്ങൾ PSCയിൽ നിന്ന് മാറ്റപ്പെടും. ആദ്യമായാണ് PSCയെ ഒരു സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനത്തിന്റെ നിയമ നടപടികൾക്കുള്ള ചുമതലയിൽ നിന്നും ഒഴിവാക്കുന്നത്. ഇതര സർവകലാശാലകളിൽ നിയമിച്ചവരോടൊപ്പം നിയമ സർവകലാശാലയിൽ നിയമിക്കപ്പെടുന്നവരുടെ സേവന വ്യവസ്ഥകൾ വ്യത്യസ്തമാണെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് പുതിയ നിയമ ഭേദഗതി. നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വരുന്നതോടെ സർവകലാശാലയിൽ അനധ്യാപക നിയമനങ്ങൾ സർവകലാശാല ഭരണസമിതിക്ക് നേരിട്ട് നടത്താനാകും. ദിവസക്കൂലി അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരെ സ്ഥിരപ്പെടുത്തുവാനും മേലിൽ PSCയുടെ നിയന്ത്രണമുണ്ടാവില്ല. നിയമ സർവകലാശാലയുടെ സേവന വ്യവസ്ഥ വ്യത്യസ്തമായതുകൊണ്ട് PSCക്ക് ഇവിടെ പ്രത്യേക റിക്രൂട്ട്മെന്റ് നടത്താവുന്നതാണെന്ന സൗകര്യം ബോധപൂർവം ഒഴിവാക്കുന്നതായും യൂണിവേഴ്സിറ്റിക്ക് സ്വതന്ത്രമായി നിയമനങ്ങൾ നടത്തുന്നതുമാണെന്ന് ആക്ഷേപമുണ്ട്. ലോകായുക്തയുടെയും ഹൈക്കോടതി നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെയും ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് അനധ്യാപക നിയമനങ്ങൾ പൂർണ്ണമായും PSCയുടെ നിയന്ത്രണത്തിലാക്കിയത്. പ്രതിവർഷം 12 കോടി രൂപ സർക്കാർ ധനസഹായം യൂണിവേഴ്സിറ്റിക്ക് അനുവദിക്കുന്നുണ്ട്. ആസ്ഥാന മന്ദിരം നിർമ്മിക്കാൻ സർക്കാർ 10 ഏക്കർ ഭൂമിയും അനുവദിച്ചിരുന്നു. സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളുടെ നിയമനങ്ങളും PSCയുടെ നിയന്ത്രണത്തിലുള്ളപ്പോൾ നിയമ സർവകലാശാല നിയമനം മാത്രം PSCയിൽ നിന്നും വിടുതൽ ചെയ്യുവാനുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച ബില്ല് അംഗീകരിക്കരുതെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നിവേദനം നൽകി.